ആക്ച്വലി ഞാൻ അധികം ഒരുങ്ങിയിട്ടൊന്നും അല്ല പോയത്, ജസ്റ്റ് സിമ്പിളായി പോയി തൊഴുതിയിട്ട് വന്നു. ഞാൻ ഇന്ന് വ്ളോഗ് ഒന്നും എടുക്കില്ല എന്നാണ് വിചാരിച്ചത്. പിന്നെ ജസ്റ്റ് ഇവിടെ എന്താ പറയുക സ്റ്റോറിയൊക്കെ ഇട്ട് ഇങ്ങനെ ഇരുന്നപ്പോൾ കുറേ വിഷസൊക്കെ വന്ന് അങ്ങനെ ടൈം പോയത് അറിഞ്ഞില്ല. താങ്ക് യു എന്നൊക്കെ പറഞ്ഞ് ടൈം പോയതേ അറിഞ്ഞില്ല. അപ്പോൾ ശരിയെന്ന് പറഞ്ഞ് ജസ്റ്റ് ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. വ്ളോഗല്ല, കേക്ക് കട്ടിങ് ഒന്നും ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അമ്മ ഇപ്പോൾ പുറത്ത് പോയിട്ടുണ്ട്. അപ്പോൾ കേക്ക് വാങ്ങിയിട്ട് വരുമെന്ന് എനിക്കറിയില്ല, കാരണം എൻ്റെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ വർഷം കേക്ക് കട്ടിങ് നമുക്ക് ചെറുതായിട്ട് സെലിബ്രേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ വർഷം മേമി മക്കളൊക്കെ ഉണ്ടായിരുന്നു, ഇപ്രാവശ്യം മേമി മക്കളും ഉണ്ട്. അപ്പോൾ അത് കാരണം ചിലപ്പോൾ അമ്മ കേക്ക് വാങ്ങിയിട്ട് വരുമായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ അമ്പലത്തിൽ പോകണമെന്ന് വീഡിയോ എടുത്തില്ല, ഞാൻ പറഞ്ഞല്ലോ അധികം ഒരുങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇന്ന് വ്ളോഗ് എടുക്കില്ല എന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഇവിടെ വെറുതെ ഇരിക്കുകയായിരുന്നു, അപ്പോഴായിരുന്നു ചിലപ്പോൾ വെറുതെ ഒന്ന് ഇൻട്രഡക്ഷൻ എടുക്കാമെന്ന് തോന്നിയത്. ചിലപ്പോൾ ഇനി അമ്മ കേക്ക് വാങ്ങിയിട്ട് വന്നാലോ വ്ളോഗ് മിസ് ഔട്ടായി പോയില്ല, അത് കാരണമാണ് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തത്. കേക്ക് ഇനി അമ്മ വാങ്ങിയിട്ട് വന്നില്ല എന്ന് വെച്ചാൽ ഈ വ്ളോഗേ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ചിലപ്പോൾ ഞാൻ എന്താ പറയുക ഡിലീറ്റ് ചെയ്യും, കണ്ടന്റ് ഒന്നും ഇല്ലാണ്ട് ഇട്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമുക്കിനി വൈകുന്നേരം വരെ നോക്കാം ഗൈസ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇരിക്കുന്ന ടൈമിലായിരുന്നു ഇത് ഒരു അതിഥി വന്നത് നമ്മുടെ വീട്ടിലോട്ട്. എൻ്റെ ബർത്ത്ഡേ ആയിട്ട് എനിക്ക് ബർത്ത്ഡേ വിഷസ് വരാൻ വന്നാണ് തോന്നുന്നു ഗൈസ്, എന്നെക്കൊണ്ടൊരു രക്ഷയില്ല. അപ്പോൾ ഇത് കേരളത്തിലേക്ക് റയർ ആയിട്ടുള്ളൊരു കുരങ്ങനാണെന്ന് തോന്നുന്നു, കണ്ട് പരിചയമില്ല. അങ്ങനെ നല്ല നീണ്ട വാലും പിന്നെ ഫേസൊക്കെ നല്ല ബ്ലാക്കായിട്ട് ഞങ്ങളെല്ലാവരും സൗണ്ട് ഉണ്ടാക്കിയിട്ട് പോലും പേടിച്ച് പോകുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ പഴമൊക്കെ കൊടുത്തു, എൻ്റെ ബർത്ത്ഡേ വിഷയം വന്ന കാരണം പഴമൊക്കെ കൊടുത്തിട്ട് ആൾ കഴിക്കുന്നില്ല. അതേ കഴിക്കുന്നില്ല, എന്നാൽ ഞാനെങ്കിലും കഴിക്കട്ടെ എന്ന് വിചാരിച്ചപ്പോൾ അമ്മ പൊറോട്ടയും കേക്കൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പൊറോട്ട കഴിക്കുകയാണ്. കേക്കിൻ്റെ ക്ലിപ്പ് ഞാൻ വേറെ ആഡ് ചെയ്യാം ഗൈസ്. അപ്പോൾ ഞാനിതേ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, ഞാൻ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. അപ്പോഴായിരുന്നു അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അമ്മ കേക്ക് വാങ്ങാൻ വന്നിരിക്കുകയാണ്, നിനക്ക് ഏത് കേക്കാണ് വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഫസ്റ്റ് ബ്ലാക്ക് ഫോറസ്റ്റ് ആയിരുന്നു മൈൻഡിൽ വന്നത്. പിന്നെ ഞാൻ പറഞ്ഞു വൈറ്റ് ഫോറസ്റ്റ് മതിയെന്ന്, കാരണം കഴിഞ്ഞ വർഷത്തെ എൻ്റെ വ്ളോഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയും, ഞാൻ കഴിഞ്ഞ വർഷം ബ്ലാക്ക് ഫോറസ്റ്റ് ആയിരുന്നു മുറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിയെന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം വൈറ്റ് ഫോറസ്റ്റ് ആക്കാമെന്ന് വിചാരിച്ചു. വൈറ്റ് ഫോറസ്റ്റ് മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കഴിഞ്ഞ വർഷം ഞാൻ വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു ബർത്ത്ഡേയുടെ. അപ്പോൾ ഞാൻ 1 year ആയി യൂട്യൂബ് തുടങ്ങിയിട്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. പിന്നെ ഇനിയിപ്പോൾ എന്താണ്, ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, കേക്ക് വാങ്ങിയിട്ട് വന്നിട്ട് മുറിക്കണം. എന്താ പറയുക, അപ്പോൾ വലിയ രീതിയിൽ സെലിബ്രേഷൻ ഒന്നല്ല, എന്നാലും ചെറിയൊരു കേക്ക് കട്ടിങ് അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ കഴിഞ്ഞ വർഷം ഒരു ഫ്രോക്ക് ടൈപ്പ് ഡ്രസ്സാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ട്രഡീഷണൽ അല്ല, അങ്ങനെ എന്താ പറയുക വെസ്റ്റേൺ ടൈപ്പ് അല്ല, അങ്ങനെ ഒരു എന്താ പറയുക. അപ്പോൾ ഞാൻ അത്ര കുറേ ഡ്രസ്സൊന്നും കൊണ്ടുവന്നിട്ടില്ല ഗൈസ്, കുറച്ചേ കൊണ്ടുവന്നിട്ടുണ്ടോ. അമ്മ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ നേരത്തെ ഇങ്ങോട്ട് വരുന്നത്. ഇന്ന് സ്കൂൾ കൂട്ടിയപ്പോൾ പെട്ടെന്ന് വന്നത് കാരണം 2 വീലറിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അത് കാരണം അധികം ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല, അത് കാരണം ഉള്ളത് ഏതെങ്കിലും ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യണം എന്നാണ് എൻ്റെ പ്ലാന്. പിന്നെ ഇനി റെഡി ആവണം, ഇപ്പോൾ കുറച്ച് പണിയുണ്ട്, അതും കൂടി തീർത്തിട്ട് റെഡി ആവണം. പിന്നെ കേക്ക് കട്ടിങ് ചെയ്യുമ്പോൾ കാണാം ഗൈസ്. ഗൈസ് ഞാനിത് പണി ചെയ്യാൻ പോകാൻ നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോഴായിരുന്നു എനിക്ക് ട്രാൻസിഷൻ ചെയ്താലോ എന്ന് തോന്നിയത്. ഞാൻ യൂട്യൂബിന് വേണ്ടി ഇതുവരെ ട്രാൻസിഷൻ എടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് വേഗം ട്രാൻസിഷനിലോട്ട് പോവാം. ഞാൻ എന്താണ് ഇത്രയും സൗണ്ട് പറയുന്നതെന്ന് വെച്ചാലും ഒന്നും നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവില്ല. നിങ്ങൾക്ക് കേൾക്കുന്നതെന്ന് പോലും എനിക്കറിയില്ല, കാരണം ഇവിടെ മൊത്തം പാട്ടും ഡാൻസും കുട്ടികളാണ്, മൊത്തം പാട്ടും ഡാൻസും ഒക്കെ ആണ്. അത് കാരണം നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോന്ന് എനിക്കറിയില്ല, അത് കാരണം എത്ര സൗണ്ടിൽ പറയുന്നത്. ആക്ച്വലി ഇത് എൻ്റെ ഔട്ട്ഫിറ്റ് അല്ല ഗൈസ്, ഇത് മേമിയുടെ ഔട്ട്ഫിറ്റ് ആണ്. അപ്പൊ എൻ്റെ എല്ലാ ഔട്ട്ഫിറ്റും ഞാൻ അവിടെ കണ്ണാടിയിൽ വെച്ചു, കുറച്ച് എന്തോ എടുത്തിട്ട് വന്നേ ഉള്ളൂ. അപ്പൊ ഇത് അവിടെ കണ്ടപ്പോൾ ജസ്റ്റ് എടുത്തിട്ട് ഇനി നമുക്ക് ഇതാണ് ട്രാൻസിഷൻ. ഞാൻ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്തിട്ടുണ്ട്, എല്ലാവരും കണ്ടിട്ട് പെട്ടെന്ന് വരും. നമുക്ക് കേക്ക് മുറിക്കാനുള്ളതാണ്. അമ്മ 2 കേക്ക് വാങ്ങിയിട്ടുണ്ട്, നമുക്ക് പോയി പെട്ടെന്ന് കേക്ക് മുറിക്കാം. സോ നമുക്ക് ചെയ്യും. കൊള്ളാം, എന്താ പേര്? അതായത് താൻ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അങ്ങനെ പറ്റില്ല എന്ന് പറയും.
അപ്പോൾ ഇത് കേക്ക് കൊണ്ടുവരുന്ന ക്ലിപ്പായിരുന്നു, ഞാൻ ഇടാൻ മറന്നുപോയി. കേക്ക് വാങ്ങിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ കുറച്ച് പൂക്കൾ എൻ്റെ കിട്ടി ഡെക്കറേഷന് അടിയില്ലേ. അപ്പം നമ്മൾ വിടുക, നമ്മളെ ഫോട്ടോസ് എടുക്കും. പിന്നെ അവിടെ ഗൈസ് അവിടെ എല്ലാവരും റെഡി ആവണ തിരക്കാണ്. ഞാൻ ഇത്തിരി ഇവിടെ ഒന്ന് മിണ്ടാതിരിക്കട്ടെ. അയ്യോ കാലക്ക് വേദനിക്കുന്നു ഗൈസ്. അപ്പത്തെ അമ്മയ്ക്ക് ഡ്രസ്സ് ഏത് ഇടുന്ന കൺഫ്യൂഷൻ ആയി നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് ഏറിയിൽ കാണിച്ചു അമ്മ ഏതമ്മ ഇടുന്ന ഡ്രസ്സ്? ഇവിടെ കുറെ ഡ്രസ്സ് ഉണ്ട്, ഏതാ ഞാൻ പറഞ്ഞു കൊടുക്കുക? ഞാനേ റെഡി ആയി, അമ്മയും റെഡി ആയിട്ടാ. എപ്പോഴാണ് ഇനി ഇതൊക്കെ കഴിഞ്ഞ വർഷം മേമ ഇട്ട ഡ്രസ്സ്. കഴിഞ്ഞ വർഷം ഇതേ വ്ളോഗില് മേമ ഇട്ടിട്ടുണ്ടായിരുന്നു ഗൈസ്. വ്ളോഗ് പോയി ചെക്ക് ചെയ്യാം. ആ മതി. അച്ഛന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അച്ഛൻ നമുക്ക് കേക്ക് മുറിക്കും. എന്തൊക്കെ ക്ഷമയൊന്നും ആർക്കും ഉണ്ടാവില്ല. അതൊന്നും ഞാൻ പറയില്ല, എനിക്ക് ക്ഷമയില്ല. നമ്മളെ പാട്ടൊക്കെ വെച്ചിട്ടിരിക്കും. ഞാൻ വീട്ടിനുള്ളിൽ എന്തിനാ പുറത്ത് വന്ന് നിൽക്കുന്നതല്ലേ? മഞ്ചേശ്വരം അവിടെ കേക്ക് വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളെല്ലാരും കൂടി കേക്ക് എടുക്കാൻ പോണവരും. മഴ പെയ്ത കാരണം റോട്ടിൽ മൊത്തം വെള്ളമാണ്. കേക്ക് എടുത്തിരിക്കുന്നു. കേക്ക് കട്ട് ചെയ്യാൻ പോകും. കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിനി കേക്ക് കട്ട് ചെയ്യാം. മഞ്ചേശ്വരം കൊണ്ടുവന്നാണ്. അച്ഛൻ വരണ്ടെന്ന് പറഞ്ഞു. ചിലപ്പോൾ അച്ഛൻ വന്നിട്ട് കേക്ക് മുറിക്കുള്ളൂ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഗൈസ്, അപ്പോൾ അത് ചേച്ചിമാരിൽ ഫസ്റ്റ് വന്നത് മഞ്ജു ചേച്ചി ആയിരുന്നു. ആൾ വന്നതും കത്തിയും കൊണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ പിള്ളേരെയൊക്കെ ഒറ്റ മിരട്ടൽ, അവരെല്ലാവരും ഒതുങ്ങിയിരുന്നു.
എല്ലാവർക്കും കൊടുക്കാം ഗൈസ്. അപ്പൊ വന്നവരൊക്കെ പോയി കഴിഞ്ഞു. അപ്പൊ ഇവിടെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ, എല്ലാവരും പോയി. അപ്പൊ നമുക്ക് ഗിഫ്റ്റ് പൊട്ടിച്ചോ. അപ്പൊ ഇത്ര നേരം ഞാൻ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കിയത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇവിടെ സീലിംഗ് ലൈറ്റ് ആണ്, അത് അത്ര ബ്രൈറ്റ്നെസ് ഇല്ല, അതുകൊണ്ടാണ് ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഗിഫ്റ്റ് പൊട്ടിച്ചോക്കാം. അത് ശ്രീകുട്ടി ഉണ്ണിക്കുട്ടി കൂടി തന്നാണ്. പൊട്ടിച്ചോക്കാം. ഫൗണ്ടേഷൻ വിത്ത് സൺസ്ക്രീൻ, ലിക്വിഡ് മേക്കപ്പ് വിത്ത് സൺസ്ക്രീൻ മോയ്സ്ചറൈസർ. ഗൈസ് എന്ത് ചെയ്താന്ന് അറിയില്ല, നമുക്ക് ലാസ്റ്റ് നോക്കാം. ലിപ് ബാം. ഇനി നമുക്ക് അച്ഛനും അമ്മയും തന്നെ ഗിഫ്റ്റ് പൊട്ടിച്ചോക്കാം. എന്താ കുലുങ്ങുണ്ട് ഗൈസ്, എന്താ കുലുങ്ങുന്നു, നല്ല കണ്ടാ ഗൈസ്. പൊട്ടിക്കാം. വാട്ടർ ബോട്ടിൽ. നാലെണ്ണം ഉണ്ട് ഗൈസ്. ഗൈസ് ഇത് 2 ഡയറി മിൽക്ക്, ഇത് അണയും ആരും കൂടി തന്നത്, ഇത് എനിക്ക് ദർശിച്ചു തന്നാണ് ഗൈസ്. അപ്പോൾ ഗൈസ് ദേ അച്ഛനും ഞങ്ങളെല്ലാവരും കൂടി പോവായിരുന്നു. അച്ഛൻ എന്തെങ്കിലും പ്രത്യേകിച്ച് വാങ്ങിത്തരാമെന്ന് പറഞ്ഞു. ദേ എന്നെ കൂട്ടിയിട്ട് ഞാനും അച്ഛനും കൂടി പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ശരിയെന്ന് വന്നത് എല്ലാവരും കൂട്ടി ഞങ്ങൾ ഫസ്റ്റ് സിറ്റി മാർട്ടിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ സ്കൂൾ തുറക്കുമ്പോൾ എന്തെങ്കിലും ഉപകാരപ്പെടുന്നത് സ്റ്റേഷനറി ആയിട്ട് വാങ്ങാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ പോയി എനിക്കൊന്നും ഇഷ്ടമായില്ല. പിന്നെ ദക്ഷിണ ഇതേ ബോക്സും പിന്നെ റബ്ബറോ കട്ടറോ അങ്ങനെ എന്തൊക്കെയോ എടുത്തു. പിന്നെ നമ്മൾ നേരെ പോയത് ലക്ഷ്മി ടെക്സ്റ്റൈൽസിലായിരുന്നു. അവിടെ പോയപ്പോൾ എനിക്ക് അധികം കളക്ഷൻസ് ഒന്നും ഇഷ്ടമായില്ല. പിന്നെ നമ്മൾ നേരെ പോയി കുഴിമന്തിയൊക്കെ വാങ്ങി വീട്ടിലോട്ട് വന്നു. അങ്ങനെ കുഴിമന്തിയൊക്കെ കഴിച്ചു. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വിശേഷങ്ങളൊക്കെ. ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഈ ബർത്ത്ഡേ വ്ളോഗ് ഇഷ്ടമായ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ.